ദക്ഷിണാഫ്രിക്ക എക്കെതിരായ രണ്ടാം അനൌദ്യോഗിക ടെസ്റ്റിൽ ഇന്ത്യ എക്ക് ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. ഇന്ത്യയുടെ 255 റൺസ് പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 221 റൺസിന് പുറത്തായി. രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 78 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് ആകെ 112 റൺസ് ലീഡായി. 26 റൺസുമായി KL രാഹുലും റണ്ണൊന്നും എടുക്കാതെ കുൽദീപ് യാദവുമാണ് ക്രീസിൽ. ഏഷ്യ കപ്പിന് പിന്നാലെയുണ്ടായ ഇന്ത്യ പാക് തർക്കങ്ങൾ പരിഹരിക്കാൻ കമ്മിറ്റി രൂപീകരിച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. ഒമാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ പങ്കജ് കിംജിയുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി പ്രവർത്തിക്കുക. ഇന്നലെ നടന്ന ICCയുടെ മീറ്റിംഗിലും ഇരു രാജ്യങ്ങളും നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാത്ത സാഹചര്യത്തിലാണ് ICC നേരിട്ട് ഇടപെടുന്നത്. ഏഷ്യ കപ്പ് നേടിയ ഇന്ത്യക്ക് ഇതുവരെ കിരീടം കൈമാറിയിട്ടില്ല. അത് താൻ തന്നെ കൈമാറുമെന്ന നിലപാടിലാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായ മൊഹ്സിൻ നഖ്വി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ഇന്ന് സൗരാഷ്ട്രയെ നേരിടും. തിരുവനന്തപുരം മംഗലപുരത്തെ KCA സ്റ്റേഡിയത്തിൽ രാവിലെ 9:30 മുതലാണ് മത്സരം. കഴിഞ്ഞ മത്സരത്തിൽ കർണാടകയുടെ ഇന്നിംഗ്സ് തോൽവി വഴങ്ങിയ കേരളത്തെ സംബന്ധിച്ച് ഇന്നത്തെ മത്സരം നിർണായകമാണ്. 3 മത്സരങ്ങളിൽ നിന്ന് 2 പോയിന്റ് മാത്രമാണ് കേരളത്തിനുള്ളത്. CK നായിഡു ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വരുൺ നായനാർ, ആകർഷ് കൃഷ്ണമൂർത്തി എന്നിവരെ ടീമിൽ ഉൾപ്പെടുത്തി. ഇതിനു പുറമെ KCLൽ അടക്കം മികവ് തെളിയിച്ച സിബിൻ P ഗിരീഷും പുതുതായി ടീമിലെത്തി. മറുവശത്ത് മുൻ ഇന്ത്യൻ താരം ജയ്ദേവ് ഉനദ്ഘട്ടിന്റെ നേതൃത്വത്തിൽ സൗരാഷ്ട്ര കളിക്കാനിറങ്ങുക. ചെസ് ലോകകപ്പിലെ 3-ാം റൗണ്ടിൽ ലോക ചാമ്പ്യൻ D ഗുഗേഷിന് നിരാശ. 3-ാം റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ ജർമ്മൻ താരം ഫ്രെഡറിക്കിനോട് ഗുഗേഷ് സമനില വഴങ്ങി. 2-ാം മത്സരം ഇന്ന് നടക്കും. 2-ാം റൗണ്ടിൽ ടൈ ബ്രേക്കറിലൂടെ 3-ാം റൗണ്ടിലെത്തിയ രമേഷ് ബാബു പ്രജ്ഞാനന്ദയും ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങി. അതേസമയം ഇന്ത്യയുടെ 1-ാം നമ്പർ താരം അർജുൻ എരിഗൈസിയും ഹരികൃഷ്ണയും ആദ്യ മത്സരത്തിൽ ജയിച്ചു. ചെസ് ലോകകപ്പിന്റെ 3-ാം റൗണ്ടിൽ 10 ഇന്ത്യൻ താരങ്ങളാണ് മത്സരിക്കുന്നത്. ലോകകപ്പിൽ ആദ്യ 3-ലെത്തുന്ന താരങ്ങൾക്ക് കാർഡിഡേറ്റ് ടൂർണമെന്റിന് യോഗ്യതയുറപ്പിക്കാം. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ കന്നി കിരീടം സ്വന്തമാകുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശ്രീചരണിക്ക് വമ്പൻ പാരിതോഷികം പ്രഖ്യാപിച്ച ആന്ധ്രാപ്രദേശ്. 2.5 കോടിയും താരത്തിന്റെ ജന്മനാടായ കടപ്പയിൽ വീടിനായുള്ള സ്ഥലവും ഒപ്പം സർക്കാർ ജോലിയുമാണ് ശ്രീചരണിക്ക് പാരിതോഷികമായി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചത്. ലോകകപ്പിൽ ശ്രീചരണിയുടെ പ്രകടനം അഭിനന്ദനം അർഹിക്കുന്നുവെന്നും ആന്ധ്രാപ്രദേശിന് അഭിമാനകരമായ നിമിഷമാണെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു.